Hello everyone. ഇന്നത്തെ റെസിപ്പി ഒരു ഡാർക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല എക്സ്ട്രാ മോയ്സ് ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ ഇതൊരു നേക്കഡ് കേക്ക് ഫ്രോസ്റ്റിംഗ് ആണ് ഇതിന് ചെയ്യണത്. അപ്പോൾ ഒരുപാട് ഫ്രോസ്റ്റിംഗ് ഇഷ്ടമില്ലാത്തവർക്കും ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്ത് പരിചയമില്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തെ ഒക്കേഷൻസിനൊക്കെ നിങ്ങൾക്ക് തന്നെ കേക്ക് ബേക്ക് ചെയ്ത് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ഒരു പ്രൊഫഷണൽ ലുക്കുള്ള കേക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിനകത്ത് വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ കേക്കിന് ഒറ്റ ബൗൾ മതി. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് മൈദയും പഞ്ചസാര പൊടിച്ചതും കൊക്കോ പൗഡറും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ഇടുക. എന്നിട്ട് അരിച്ചെടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ശരിക്കും മിക്സ് ആയിക്കോളും. ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി. അപ്പോഴേക്കും കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് മിക്സ് ആവും. കേക്ക് നല്ല സോഫ്റ്റാണ്. ഈ മെഷർമെൻറ്റ്സ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് എടുക്കേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. അത് ഏതെങ്കിലും ഫ്ലേവർലെസ് ഓയിൽ എടുത്താൽ മതി. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ആഫിയയുടെ കോൺ ഓയിലാണ്. പിന്നെ ഒരു മുട്ട എടുക്കുക. ഒരൊറ്റ മുട്ടയും 1/4 കപ്പ് ഓയിലും മതി. പിന്നെ വേണ്ടത് ഫ്ലേവറിങ്ങിന് വേണ്ടി വെനില എസൻസ് ആഡ് ചെയ്യണം. ഒരു ടീസ്പൂൺ വെനില എസൻസ് ആണ് ഇതിന് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഒരു 1/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും റെഡിയാക്കി വെക്കണം. അപ്പോൾ 1 kg ഫ്രോസ്റ്റഡ് കേക്ക്, അതായത് 1 കിലോ ഫ്രോസ്റ്റഡ് കേക്കിനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് ആകെ 1/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലുമാണ്. അത് ചൂട് പാലും ചൂട് വെള്ളമായിരിക്കണം. ഇൻഗ്രീഡിയൻസ് ഒന്നും തണുത്തിരിക്കാൻ പാടില്ല. അപ്പോൾ ചൂട് കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഫസ്റ്റ് പാലൊരു 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്ത് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സായി വന്നു കഴിയുമ്പോൾ ഒഴിക്കേണ്ടത് വെള്ളമാണ്. അതായത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ. അധികം ടൈറ്റൊന്നുമല്ല, നല്ല ഫ്ലോയി കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഇനി ഈ ബാറ്റർ ഒരു പ്രിപ്പയർഡ് കേക്ക് ടിന്നിലോട്ട് ഇടണം. അപ്പോൾ ആ കേക്ക് ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ബട്ടർ പേപ്പർ വെക്കണം. പിന്നെ സൈഡ്സിലും താഴെയൊക്കെ ഓയിലും പുരട്ടിയിട്ട് പിന്നെ മൈദയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഈ കേക്ക് ഇടാൻ. കാരണം കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് കേക്ക് പാനിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇച്ചിരി കെയർഫുൾ ആവണം. ഇല്ലെങ്കിൽ സൈഡ്സ് ഒക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ ഇതൊരു 6 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ 2 കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 160 ഡിഗ്രീസിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ എല്ലാ കേക്ക് റെസിപ്പീസിലും പറയാറുള്ളത് പോലെ തന്നെ എപ്പോഴും അവനിൽ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ എയർ ബബിൾസ് വരുന്നത് കാണാം നല്ലപോലെ. അപ്പോൾ കേക്ക് റൈസായി വന്നോളും. ഇനി അവനിലേക്ക് വെക്കുക. ഒരു 20 to 25 മിനിറ്റ്സ് 160 ഡിഗ്രീസിൽ കൺവെക്ഷൻ ആണെങ്കിൽ ബേക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ജസ്റ്റ് കെയർഫുൾ ആവുക, കരിഞ്ഞു പോരുത്, കേക്ക് കട്ടിയായി പോവും. എൻ്റെ അവനിൽ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റെഡിയായി. ഞാൻ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് ഇട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നു. അപ്പോൾ കേക്ക് ഇത് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, റിലീസ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്യാൻ പോവാം. ഒരു ഫോയിൽ പേപ്പറിലേക്കാണ് കേക്ക് റിലീസ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബേക്കിംഗ് പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള വൈറ്റ് സ്പോട്ട്സ് ഒക്കെ മൈദയും ഓയിലും ഇട്ടതിൻ്റെയാണ്. അത് ഇച്ചിരി കൂടിപ്പോയായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, ഫ്രോസ്റ്റ് ചെയ്യാനുള്ള കേക്കല്ലേ. അത് കേക്കിൻ്റെ ടേസ്റ്റിനെയോ ടെക്സ്ചറിനെയോ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ കേക്ക് തൊടുമ്പോൾ ഉള്ള ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് നല്ല സോഫ്റ്റാണ്. ഇത് ശരിക്കും ട്രൈ ചെയ്യണം. ഇനി ഫ്രോസ്റ്റ് ചെയ്തില്ലെങ്കിലും ഐസ്ക്രീമിൻ്റെ ഒപ്പം ഒക്കെ ഡിസേർട്ടായിട്ട് നല്ല സൂപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു വെനില ക്രീം ഫ്രോസ്റ്റിംഗ് കാണിച്ചു തരാം. വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ എഗ്ലെസ് വെനില കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ എഗ്ലെസ് കേക്ക് അല്ലെങ്കിൽ വെനില ഫ്രോസ്റ്റിംഗ് വിത്ത് നേക്കഡ് ഫ്രോസ്റ്റിംഗ് ആണ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 1 കപ്പ് വിപ്ഡ് ക്രീം എടുത്തു. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്ഡ് ക്രീമാണ്. ഏത് വിപ്ഡ് ക്രീം യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഹാൻഡ് ബീറ്റർ വേണം. ഹാൻഡ് ബീറ്റർ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിന് അത്യാവശ്യമാണ്. ജസ്റ്റ് ആദ്യം സ്ലോയിലാണ് ബീറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. കാരണം അതൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി വരാനും ആ ബബിൾസൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനും
ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയിരിക്കണം. പിന്നെ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നല്ല ടർബോ സ്പീഡിൽ, ഹൈ സ്പീഡിൽ അത് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് വിപ്ഡ് ക്രീം തിക്കായി നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരാൻ തോന്നണേ അത്രയും ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ചെയ്യരുത്. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസസിൽ അത് വാട്ടറി ആവും, നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടില്ല. ചില കേസസിൽ അത് ഓവർ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഡിസൈൻസ് ഒന്നും പൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് പൊക്കി കഴിയുമ്പോൾ നല്ല പീക്സ് സ്റ്റിഫായിട്ട് നിൽക്കണം. ഇങ്ങനത്തെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രം കമത്തിയാലും ആ ക്രീം താഴെ പോവില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് ഒക്കെ പൈപ്പ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിനാണെങ്കിലും ഒരേ റെസിപ്പി തന്നെ, പക്ഷേ ഇതിനൊപ്പം ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പേ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം നല്ലത്. വെനില വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിലോട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓവർ ബീറ്റനായി ചിലപ്പോൾ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ് പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള വിപ്ഡ് ക്രീമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ എക്സ്ട്രാ ഇടാം. പക്ഷേ ഇത് കുറച്ച് കയ്പ്പ് വരും, കുറച്ച് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2-3 ടേബിൾ സ്പൂണാണ് മാക്സിമം നല്ലത് ഒരു കപ്പ് വിപ്ഡ് ക്രീമിന്. ഇതും സ്റ്റിഫ് പീക്സ് ആവണ വരെ ബീറ്റ് ചെയ്യുക, എന്നിട്ട് നിർത്തുക. ഇനിയാണ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കേക്കിൻ്റെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചു, സ്ലൈസ് ചെയ്തു. വിൽട്ടൻ്റെ ലെവലർ വെച്ചിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് എല്ലാ ലെയേഴ്സിലും ഞാൻ ഇതേപോലെ ഷുഗർ സിറപ്പ് ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇടുമ്പോൾ നിങ്ങളുടെ കേക്ക് മോയിസ്റ്റ് കേക്കാണ്, പക്ഷേ ഇതൊരു എക്സ്ട്രാ മോയിസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് കേക്കായിട്ട് കിട്ടും. വെനില കേക്കിനാണെങ്കിൽ ഇതേപോലെ സിറപ്പ് ചെയ്യണം, അപ്പോഴാണ് കേക്ക് കുറച്ചും കൂടെ സോഗിയായിട്ട് കിട്ടുക. ഇതിന് പൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗാണ് യൂസ് ചെയ്തത്. അതിനകത്ത് വിൽട്ടൺ 2D ടിപ്പാണ് യൂസ് ചെയ്തത്. ഈ ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസെറ്റ്സും പിന്നെ ഡ്രോപ്പ് ഫ്ലവേഴ്സും അത്യാവശ്യം ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ഞാൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് ആ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മളുടെ ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്തല്ലോ, ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ്, എന്നിട്ട് സ്ക്വീസ് ആൻഡ് സ്റ്റോപ്പ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഡിസൈൻ വരുന്നത്. കേക്ക് ലെയറിൻ്റെ സൈഡ്സിലായിരിക്കണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നേക്കഡ് കേക്ക് ആയതുകൊണ്ട് അടുത്ത ലെയർ വെക്കുമ്പോൾ ഈ സൈഡ്സിലെ ഡിസൈനാണ് നമ്മൾ പുറത്ത് കാണുന്നത്. നടുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല. ഒരു ലെയർ കഴിയുമ്പോൾ അടുത്ത ലെയർ വീണ്ടും വെക്കുക. ഈ ലെയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ സിറപ്പ് ചെയ്തിട്ടുണ്ടാവണം. അടുത്ത ലെയറിലും ഇതുപോലെ ഡ്രോപ്പ് ഫ്ലവേഴ്സ് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഡ്രോപ്പ് ഫ്ലവേഴ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. നിങ്ങളിപ്പോൾ ഗൂഗിൾ ഇമേജസ് എടുത്തിട്ട് നേക്കഡ് കേക്ക്സ് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് കിട്ടും. ഇത്ര ഒരുപാട് ഭംഗിയൊന്നും ഫോക്കസ് ചെയ്യേണ്ട, വെറുതെ ക്രീം തേച്ചാലും മതി. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ലെയറിൽ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് വെച്ച് കവർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതും ചെയ്യണ്ട, ജസ്റ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഐഡിയാസ് ഉള്ളവർക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഞാനൊരു ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്കായിട്ട് ചെയ്തതുകൊണ്ട് ഒരു ലെയർ ഓഫ് ചോക്ലേറ്റ് അതിൻ്റെ കേക്കിലുണ്ട്, അടുത്ത ലെയർ ഫ്രോസ്റ്റിങ്ങിൽ, പിന്നെ അടുത്ത ലെയർ ഞാൻ ജസ്റ്റ് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിൽ കൂടെ ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും ചോക്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തു. ചോക്ലേറ്റ് ഓവർലോഡഡ് കേക്ക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കേക്ക് തന്നെയാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. കേക്കിൻ്റെ സൈഡ്സ് ഒന്നും നോക്കണ്ട, കേക്കിൻ്റെ സൈഡ്സൊക്കെ പെർഫെക്റ്റായി വരാൻ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഏതൊരു ഒക്കേഷനും ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് ഇത്. ചോക്ലേറ്റ് വിത്ത് ഫുൾ ചോക്ലേറ്റ് ആവണമെന്നില്ല, ചോക്ലേറ്റ് വിത്ത് വെനില ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇനി വെനില കേക്ക് വിത്ത് ഫ്രൂട്ട് ടോപ്പിംഗ് വിത്ത് വെനില ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇപ്പോൾ നേക്കഡ് കേക്ക്സിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിവ്യൂസിൻ്റെ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് കേക്ക് റെസിപ്പി. ഞാൻ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കേക്കാണ് എൻ്റെ എക്സ്ട്രാ മോയിസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.